ഹായ് ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജയിലർ 2ൻ്റെ പുതിയ ഡേറ്റ് അനൗൺസ്മെൻറ്റ് ടീസറുടെ റിയാക്ട് ചെയ്യാൻ. സോ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് കാണാനല്ല, ജസ്റ്റ് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. സോ വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് തംബ്നെയിൽ കണ്ടാൽ തന്നെ അറിയാം മൂവി റിലീസ് ചെയ്യുന്നത് ഒക്ടോബർ 15, അതായപ്പോൾ ആയുധപൂജ സമയത്താണ് മൂവി റിലീസ് ചെയ്യുന്നത്. വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ 1x പകരം നമുക്ക് കുറച്ച് 0.25x അല്ലെങ്കിൽ 0.5x നോക്കാം. സ്റ്റാർട്ടിങ് തന്നെ ജയിലർ 1ൻ്റെ എൻഡ്, അതായത് വിനായകൻ്റെ ഡയലോഗാണ് ഫസ്റ്റ് പ്ലേ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ സൺ പിക്ചേഴ്സ്, കലാനിധി മാറൻ, സെയിം. അതായത് ജയിലർ 1-ൽ വിനായകൻ തന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞ ഡയലോഗ്, അതായത് എന്നെ കൊന്നു പറഞ്ഞാൽ ആരൊക്കെ വരും നിനക്കറിയില്ല, ബെറ്റർ എന്നെ കൊല്ലാതെ വിടുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ആ ഡയലോഗ്. അത് തന്നെയാണ് ഫസ്റ്റ് 2 ടൈംസ് പ്ലേ ചെയ്യുന്നത്. ജസ്റ്റ് പേ ബാക്ക് സ്പീഡ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, സെറ്റ്. കാരണം ഞാൻ വീഡിയോ ഫസ്റ്റ് തന്നെ കണ്ടു 1 ടൈം, അതുകൊണ്ടാണ് സ്ലോ മോഷൻ. സോ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നുണ്ട്, ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. ശിവരാജ് കുമാറാണ് എന്ന് ഞാൻ തോന്നുന്നത്, ശിവരാജ് കുമാർ തന്നെ ആയിരിക്കും. സോ ഈ ഷോട്ട് ഇത് മറ്റേ പടയപ്പയിൽ രജനികാന്ത് സൗന്ദര്യനെ കല്യാണം കഴിച്ച ശേഷം നീലാംബരി, അതായത് നീലാംബരി കുറേ നേരം റൂമിൽ തന്നെ കിടക്കും. എന്നിട്ട് ആ നീലാംബരി പുറത്ത് വരുന്ന സീന് രമ്യാകൃഷ്ണൻ ഇതിലുണ്ടല്ലോ, അതായത് നമ്മുടെ രജനികാന്തിൻ്റെ വൈഫായിട്ട്. ആ സീനായിരിക്കില്ല, പക്ഷേ ആ പച്ചക്കളർ സാരി, ആ മറ്റേ സ്റ്റെപ്സ് എന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു നീലാംബരി പോലെ തോന്നുന്നു, ആ ഒരു വൈബ്. പക്ഷെ എന്തായാലും അതായിരിക്കില്ല, അതുറപ്പ്. കയ്യിലൊരു സിഗരറ്റ് പോലെ എന്തുകൊണ്ട് ഈ ഷോട്ട്. ഇത് നോക്കിയോളൂ, സുരാജ് തന്നെയാണ് 100%. പക്ഷേ ഐബ്രോസൊക്കെ കുറച്ച് നന്നായി വൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 50+. അതായത് ഫസ്റ്റ് പാർട്ടിലും മെയിൻ വില്ലൻ മലയാളി തന്നെയാണ് വിനായകൻ, സെക്കൻഡ് പാർട്ടിലും സുരാജ്. അപ്പോൾ എന്തായാലും വില്ലൻ്റെ ലുക്ക് തന്നെയാണ്. ഐസ് കാണാം, ഐബ്രോസ് കുറച്ച് വൈറ്റ് ആയതുകൊണ്ട് ഒരു 50 years+. പുള്ളിയും സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾ വാതിലടയ്ക്കുന്നു. ഓക്കെ, ഇനി ഓരോരുത്തരുടെ ജസ്റ്റ് ഫേസ് റിവ്യൂൽ മാത്രമാണ്. നോർമലി കാണപ്പെടുന്ന ആക്ടേഴ്സ്, അതായത് ക്യാരക്ടർ ആക്ടേഴ്സ്. ഈ പുള്ളി ഇപ്പോൾ കറുപ്പിൽ, ഈ പുള്ളിയല്ല, മുമ്പ് വന്ന പച്ചക്കളർ ഡ്രസ്സിട്ട പുള്ളി കറുപ്പിൽ ഫേമസ് ആയിരുന്നു. ആസ് യൂഷ്വൽ നെൽസൻ്റെ ടീം, ആ കോമഡി മറ്റേ ഡോക്ടറിലുണ്ടായ മറ്റേ കോമഡി ക്യാരക്ടർ യോഗി ബാബു ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു. ഏതോ പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന പോലെ ഒരു സീനാണ്. പിന്നെ ആസ് യൂഷ്വൽ ഈ മെയിൻ ഹീറോസിന് വില്ലൻ കൂടെയൊക്കെ ഒരു മറ്റേ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി ഒരാളുണ്ടാവില്ലേ, അവർ. ഇപ്പോഴേ ആരാ മനസ്സിലായില്ല, പക്ഷേ മറ്റേ ഡോക്ടറെ കണ്ടിട്ടുണ്ടോ, ഒരു കഷണ്ടി ആയിട്ട് ഒരു പുള്ളി. ആ പുള്ളി കുറച്ച് വിക്കൊക്കെ വെച്ച് മീശയൊക്കെ ഷേവ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും. രമ്യാകൃഷ്ണൻ, മറ്റേ രജനികാന്തിൻ്റെ പേരക്കുട്ടി, മോൻ്റെ മോൻ, കോട്ടയം നസീറുണ്ട് ഇതിൽ. മറ്റേ അസുരം കണ്ടവർക്ക് അറിയാം പുള്ളിയുടെ പെർഫോമൻസ്. പുള്ളിയായിരുന്നു മറ്റേ നമ്മുടെ പ്രഭുവിൻ്റെ മോൻ്റെ ഒരു പടത്തിൻ്റെ താനാക്കാരൻ്റെ ഡയറക്ടർ. പേരോർമ്മയില്ല, പക്ഷെ താനാക്കാരൻ്റെ ഡയറക്ടർ. പുള്ളിയും വില്ലൻ തന്നെയാണ്. മരുമോള് നമ്മുടെ മറ്റേ ഇപ്പം ഇറങ്ങിയ റെട്രോല് മറ്റേ വില്ലൻ ക്യാരക്ടർ അഭിനയിച്ച ആൾ. ഈ പുള്ളി മലയാളി തന്നെയാണ് തോന്നുന്നു. ഫസ്റ്റ് പാർട്ടിനെ എലവേറ്റ് ചെയ്ത് തന്നെ സ്ലോ മോഷൻ എലവേറ്റ് ചെയ്യാനുള്ള കാരണം അനിരുദ്ധ് മ്യൂസിക് തന്നെയാണ്. പാട്ടായാലും ശരി, പാട്ട് വലുതൊന്നുമില്ല, കാവാലം മാത്രമേ പാട്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം BGM മ്യൂസിക്കിലാണ് ലോഡായത്. ഇതുവരെ കണ്ടതിലിപ്പോൾ സുരാജിനെ കണ്ടു, റെട്രോത്തെ വില്ലനെ കണ്ടു, പിന്നെ മറ്റേ അസുരനിൽ വരുന്ന കൊല്ലണ വില്ലനെ കണ്ടു. അപ്പോൾ പാർട്ട് 1 വിനായകനായിരുന്നു മെയിൻ വില്ലൻ. പാർട്ട് 2 കുറേ മലയാളീസും ഉണ്ട്, പോരാത്തിന് കുറേ വില്ലന്മാരും ഉണ്ട്. അനിരുദ്ധ് മ്യൂസിക്കൽ. ഇനി നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം. ഓക്കെ,
ലോങ് ഷോട്ടിൽ രജനീകാന്ത് നടന്നു വരുന്നു. ഈ ജയിലർ 2ൻ്റെ കുറേ ഷൂട്ടിങ് പാലക്കാട് അട്ടപ്പാടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഷോട്ടിൽ രജനീകാന്ത് ആണ്, പക്ഷേ ഒരു സ്ലിമ്മായിട്ടൊരു പുള്ളി ലോങ് ഷോട്ടിൽ ഇതിന് തന്നെയാണ്. സെയിം സൂപ്പർ സ്റ്റാർ രജനി ഫ്രം അണ്ണാമലൈ ടു ഇതുവരെ അതേ ടൈറ്റിൽ കാർഡ്, അതേ ലോങ് ഷോട്ട് ക്ലിയർ ഇല്ല, ഫേസിങ് ക്ലിയർ ഇല്ല. പക്ഷെ എന്തോ ബാക്കിൽ വെള്ളം ഒലിച്ച് വരുന്ന പോലെ, പക്ഷെ ക്യാമറയിൽ ക്ലിയർ ഇല്ല. വേണമെന്ന് അങ്ങനത്തെ ഒരു ഷോട്ട്, സെയിം ഷോട്ട് ജയിലർ 2. ജയിലർ 1 ഭയങ്കര ഹിറ്റായിരുന്നു, പക്ഷെ കൂലി പ്രതീക്ഷ അത്ര വന്നില്ല. അതുകൊണ്ട് നെൽസൺ ഇത്രയും ദിവസം ഒരു അവാർഡ് ഷോയിലോ ഒന്നും ജയിലിനെ കുറിച്ച് പൊക്കി പറഞ്ഞിട്ടില്ല. ഇതിന് മുമ്പ് ജയിലറിൻ്റെ ജസ്റ്റ് മറ്റേ ജയിലറിൻ്റെ ടൈറ്റിൽ കാർഡ് വീഡിയോ ആണ് വന്നത്. അതിന് ശേഷം വരുന്ന ടീസറാണിത്. ഇത് ജസ്റ്റ് വേൾഡ് വൈഡ് റിലീസ്, അതായത് ആയുധ പൂജയ്ക്ക് ഒക്ടോബർ 15 ഇറങ്ങുന്നു. അത്ര പറയാൻ മാത്രമുള്ള വീഡിയോ ആണ്. വേറെ പുതിയതായിട്ടൊന്നുമില്ല. പക്ഷേ പാർട്ട് 1 ആകെ രജനീകാന്ത്, രമ്യ കൃഷ്ണൻ, രജനീകാന്തിൻ്റെ മരുമകള്, മോന്, വിനായകൻ. ഇതിൽ മോനും കൊല്ലപ്പെട്ടു, വിനായകനും കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അതേപോലെ ഉണ്ട്, ഇൻക്ലൂഡിങ് യോഗി ബാബു. അത് കൂടാതെയാണ് മെയിനായിട്ടുള്ള എല്ലാ സിനിമയിലുള്ള മെയിൻ വില്ലന്മാരും ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ആരൊക്കെ ഉണ്ടെന്ന് ഫേസ് കാണിക്കാൻ മാത്രമാണ്. കാണിക്കാത്തത് മോഹൻലാലിനെ കാണിച്ചില്ല. മറ്റേ കാർ ഷോട്ടിൽ വരുന്ന ശിവരാജ് കുമാർ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അതും ക്ലിയർ അല്ല. ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. പക്ഷേ ഇതിൽ മെയിനായിട്ട് രജനീകാന്തിൻ്റെ മോമോലും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒക്ടോബർ 15 ഇറങ്ങുന്നു, അത്രേ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ട്രെയിലറോ ടീസറോ ഇറങ്ങുക. എന്നാലും ഒക്ടോബർ അല്ലേ, ഒരു സെപ്റ്റംബറിലൊക്കെ ആകുമ്പോഴായിരിക്കും ട്രെയിലറും ടീസറൊക്കെ ഇറങ്ങുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.